കെ എം മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചു 12 മണിയോടെ കോട്ടയത്തെ കേരള കോൺഗ്രസ് ആസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് തിരുനക്കര 12 മണി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, 12:05 ഇതുവരെ ഇപ്പോഴും യാത്ര തുടരുകയാണ്. കാരണം വഴിയോരത്തെമ്പാടും നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഒരു കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിലാപയാത്ര തുടരുകയാണ്. തിരുനക്കര മൈതാനത്ത് പൊതുദർശനമുണ്ടാകും. വൈകിട്ട് ജന്മനാടായ പാലയിലെ ടൗൺ ഹാളിലും അന്ത്യോപചാരം അർപ്പിക്കാൻ ഉള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആയിരങ്ങളെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെയും നാളെ 3:30 പാല കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ. വിലാപയാത്രയ്ക്കൊപ്പം MS അനീഷ് കുമാറും കോട്ടയം തിരുനക്കര മൈതാനത്ത് CN പ്രകാശും പാലായിലെ വസതിയിൽ ശ്യാം ദേവരാജുമുണ്ട്. അനീഷ, ഇപ്പോൾ എവിടെ എത്തി വിലാപയാത്ര? നേരത്തെ 12 മണി എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എത്ര സമയം എടുക്കും ഇനി കോട്ടയത്തെ പാർട്ടി ഓഫീസിലെത്താൻ? രഞ്ജിത്ത്, എറണാകുളം ഭാഗം കടക്കാൻ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഈ വാഹന വ്യൂഹത്തിനൊപ്പം നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. തൃപ്പൂണിത്തുറയിൽ ആളുകൾക്ക് പൊതുദർശനത്തിനുള്ള അവസരം നൽകിയിരുന്നു. അതിനുശേഷം ഉദയംപേരൂരും അതിനുള്ള സൗകര്യം നൽകിയിരുന്നു. ഇപ്പോൾ ഉദയംപേരൂർ മാങ്കായി കവല എന്ന സ്ഥലത്താണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ആളുകൾ വലിയ കൂട്ടമായി തന്നെ കെ എം മാണിക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി കാത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ എല്ലായിടത്തും പൂർണ്ണതോതിൽ നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം നൽകാൻ കഴിയാത്തൊരു അവസ്ഥയാണ് നിലവിൽ നിൽക്കുന്നത്. കാരണം 12 മണിയോടുകൂടി കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് കെ എം മാണിയുടെ ഭൗതിക ശരീരം എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സമയം 12:05 കഴിഞ്ഞിട്ടും എറണാകുളം ഭാഗം, അതായത് എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോലും ഈ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു 2-3 മണിയെങ്കിലും ആവാതെ കോട്ടയത്ത് ഈ വിലാപയാത്ര എത്താനും സാധ്യതയില്ല. കാരണം ഇനി മധ്യ തിരുവിതാംകൂറിലെ കെ എം മാണിയുടെ ഏറ്റവും ശക്തമായ തട്ടകങ്ങളിലൂടെയാണ് യാത്ര പുറപ്പെടേണ്ടത്. കടുത്തുരുത്തിയുണ്ട്, തലയോലപ്പുറമുണ്ട്. ഇത്തരം ഏറ്റവും സ്വാധീന മേഖലകളിൽ കൂടി വിലാപയാത്ര പുറപ്പെടുമ്പോൾ ഈ സമയക്രമം പാലിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. കൂടുതൽ ആളുകൾ, ഇനി ജനക്കൂട്ടത്തിൻ്റെ വലിപ്പം വർദ്ധിക്കും. ഓരോ ചെറു പട്ടണങ്ങളിലും ചെറു കവലകളിലുമൊക്കെ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്. അവർക്ക് പൂർണ്ണമായും കാണാനുള്ള അവസരം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിലും പര്യാപ്തമായ രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം ആളുകൾ വഴി അരികിൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ വഴിയോരങ്ങളിലെല്ലാം, ഈ പോകുന്ന പാതകളിലെല്ലാം ഇതുപോലെ ചെറിയ കൂട്ടങ്ങളായി ആളുകൾ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. പോലീസിൻ്റെ ഒരു വാഹനമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള KSRTC വാഹനത്തിന് തൊട്ടു മുമ്പിലുള്ളത്. മുമ്പിലും പിമ്പിലും പോലീസ് അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ പോലീസ് അകമ്പടിയോടെയുള്ള കെ എം മാണിയുടെ അവസാന യാത്ര. കേരളത്തിലെ ഏറ്റവും അധികം കാലം മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആളാണ്. സർക്കാർ വാഹനത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക അകമ്പടിയോടുകൂടി പതിറ്റാണ്ടുകളോളം യാത്ര ചെയ്ത ആളാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വർഷങ്ങളോളം ജീവിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് കേരള പോലീസിൻ്റെ അകമ്പടിയോടെ, സർക്കാർ അകമ്പടിയോടെയുള്ള അവസാന യാത്രയാണിപ്പോൾ കോട്ടയത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം തിരുനക്കര മൈതാനത്ത് CN പ്രകാശുമുണ്ട്. പ്രകാശ്, അവിടെ എത്താൻ ഏതാണ്ട് 3 മണിയെങ്കിലും കഴിയും. 3 മണിക്കെങ്കിലും എത്തിയാൽ ആ രീതിയിൽ പോലും കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം എറണാകുളം പിന്നിടാൻ പോലും യാത്രയ്ക്കായിട്ടില്ല. അവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഏതു ഘട്ടത്തിലെത്തി? ഇപ്പോൾ പ്രവർത്തകർ കാത്തു നിൽക്കുകയാണോ? രാവിലെ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. തീർച്ചയായും നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്നും ഏറെ വൈകിയാണ് കെ എം മാണിയുടെ മൃതദേഹം തിരുനക്കരയിൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം വഴിയോരങ്ങളിലെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന പ്രവർത്തകർ, അനുഭാവികൾ, ഒപ്പം തന്നെ പൊതുജനങ്ങൾ, അവരുടെ എല്ലാ അന്ത്യോപചാരം, അതിനുള്ള ചടങ്ങുകൾക്ക് ശേഷം തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ, കടുത്തുരുത്തി വഴി വൈകിട്ട് ഒരു 3 മണിയോടുകൂടി മാത്രമേ കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളൂ. അതിനുശേഷമാണ് തിരുനക്കര മൈതാനത്ത് കെ എം മാണിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ച് നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ, കേരള കോൺഗ്രസ് നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ, നാടിൻ്റെ നാനാതുറകളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ, അനുഭാവികൾ എല്ലാം തന്നെ മാണി സാറിനെ കാണുന്നതിന് വേണ്ടി തിരുനക്കരയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവും MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു കെ എം മാണിയുമായുള്ള താങ്കളുടെ വ്യക്തിബന്ധത്തെ? വളരെ വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മാണി സാറ് പാർലമെൻ്ററി പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾക്കൊക്കെ ഒരു റോൾ മോഡലായിരുന്നു. എത്ര
സന്നിഗ്ധ ഘട്ടത്തിലും ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാണി സാർ മുമ്പതിയിലാണ്. അത് മാണി സാറിൻ്റെ ലൈഫ് എടുത്ത് നമ്മൾ നോക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ പ്രശ്നം, നന്മയെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിയമസഭാ പ്രവർത്തനത്തിൽ തന്നെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്ത ഒത്തിരി സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിൻ്റെ പുറത്ത് അദ്ദേഹത്തിനുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല വ്യക്തിത്വമുള്ള ആളാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലെല്ലാം പാവങ്ങൾക്ക് അനുകൂലമായ ഒരു ചായ്വുണ്ട്. അതാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ പദ്ധതി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന ഒരാശയമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്. ആ കാരുണ്യ പദ്ധതിയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തു. ക്യാൻസർ വന്നുപെട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തിയത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. എല്ലാ ആളുകളും ഒരുപോലെ ആ പദ്ധതിയെ പ്രശംസിച്ചതാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലെ മെൻ്റലി റിട്ടാർഡറായിട്ടുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടി ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ആ പദ്ധതിയും യഥാർത്ഥത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വളരെ ആനുകൂല്യമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുവാനും ആ സ്ഥാപനങ്ങളെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി നടപടിയെടുത്തു. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് അത് അംഗീകരിച്ചത്. അതിൻ്റെ ഗുണഫലം ഇന്ന് അവർക്കെല്ലാവർക്കും കിട്ടുകയാണ്. പതിറ്റാണ്ടോളം കേരളത്തിൽ മന്ത്രിയായിരിക്കുകയും കേരളത്തിൻ്റെ നിയമസഭയിലും ഒപ്പം തന്നെ വിവിധങ്ങളായ പദവികൾ അലങ്കരിക്കുമ്പോഴും KM മാണി സാറിന് പാലയോട്, വിശേഷിച്ച് കോട്ടയത്തോട് പ്രത്യേകമായ ഒരു സ്നേഹവും മമതയും ഉണ്ടായിരുന്നു. 100%. ഞാൻ അദ്ദേഹത്തോടൊപ്പം 7 വർഷക്കാലം മന്ത്രിയായിരുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കോട്ടയം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിന് മൊത്തത്തിലുണ്ടായിട്ടുമുണ്ട്. പാല വീക്ക്നെസ് ആണെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ഏരിയയാണ് കോട്ടയവും. അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരുവഞ്ചൂർ ചേർന്ന CN പ്രകാശാണ് അവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. ഒരുക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് നടക്കുന്നത്. ഇപ്പോൾ ശ്യാം ദേവരാജ് പാലയിലെ വസതിയിൽ ഉണ്ട്. ശ്യാമ വൈകുന്നേരത്തോടെ ഈ പാലയിലെത്തും എന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയായേക്കും, കാരണം കോട്ടയത്തെത്തുമ്പോൾ തന്നെ ഒരുപാട് വൈകും. അവിടുത്തെ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ക്രമീകരണങ്ങൾ, പാലായിലെ വസതിയിലുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. വൈകുന്നേരം 6 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലെത്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന KM മാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത് പാലായിലെ പാലാ ടൗൺ ഹാളിലാണ്. മരങ്ങാട്ടുപള്ളിയിലെ പൊതുദർശനത്തിന് ശേഷമാണ് പാലാ ടൗൺ ഹാളിലേക്ക് KM മാണിയുടെ മൃതദേഹം എത്തിക്കുക. നിരവധി സഹപ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഒക്കെ, ഈ നാട്ടുകാർ, പാലക്കാർ ഇവിടെയുണ്ട്. ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെയുണ്ട്. നിരവധി പേരാണ് അങ്ങനെ ഓരോ നിമിഷവും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നിരവധിയായ പേരുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം. മാണി സാറിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുക? മാണി സാറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പാലക്കാരിലെയും കേരള ജനതയ്ക്കും ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ്. മാണി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ കാണപ്പെട്ട ഞങ്ങൾ മാണി സാറിനെ കാണുന്നത്. ഏതാവശ്യത്തിന് ഏത് ജനങ്ങളും വന്നു കഴിഞ്ഞാലും ആരുടെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ നിറവേറ്റുന്ന ഒരു നേതാവാണ് മാണി സാറ്. മാണി സാറിൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെ അപ്പച്ചൻ പോയ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളത്രയും സ്നേഹിക്കുന്ന നേതാവാണ് മാണി സാർ. തീർച്ചയായും അത്രയും വൈകാരികമാണ് മാണി സാറിനോടുള്ള പാലായുടെ അടുപ്പം. ഈ വീടിനോട്, കരിങ്ങോഴക്കൽ വീടിനോട് നിങ്ങൾക്കുള്ള അടുപ്പം ഏത് രീതിയിലാണ്? മാണി സാറ് പാലയിലെ ജനങ്ങൾ മാണി സാറുമായി അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. ശ്യാമാണ് അവർക്കൊപ്പം ചേർന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.